മുഖപ്പം MP കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. താങ്കൾ നിതിൻ ഗഡ്കരിക്ക് ഒരു കത്ത് നൽകിയെന്ന് അറിയാൻ കഴിയുന്നു. ആശങ്കയുണ്ടാക്കുന്നതല്ലേ ഈ റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും? തീർച്ചയായിട്ടും അതീവ ഗുരുതരമായ ആശങ്ക ഉളവാക്കുന്ന സാഹചര്യമാണ് നാഷണൽ ഹൈവേയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം ഇവിടെ സന്ദർശിക്കാൻ വരുന്നു അല്ലെങ്കിൽ സന്ദർശിക്കുന്നു എന്ന വാർത്ത കേട്ടു. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ നാഷണൽ ഹൈവേ വികസനത്തിൽ പ്രത്യേക താല്പര്യമെടുക്കുന്ന നിതിൻ ഗഡ്കരി, ബഹുമാനപ്പെട്ട മന്ത്രി, ഇതിന്റെ നാഷണൽ ഹൈവേ റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രി നിതിൻ ഗഡ്കരി തന്നെ നേരിട്ട് വന്ന് ഈ പ്രശ്നങ്ങൾ കാണണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതനുസരിച്ച് മന്ത്രിക്ക് അടിയന്തര സന്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ നാഷണൽ ഹൈവേ വികസനത്തിൽ താല്പര്യം എടുത്തിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വരുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. അദ്ദേഹത്തെ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഈ റോഡിന്റെ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുടക്കത്തിൽ അതിന് നടത്തേണ്ട പരിസ്ഥിതി പഠനം മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ വളരെ കൃത്യമായി ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിരുന്ന വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ സിൽവർ ലൈനെ എതിർക്കുന്നത്. ഇതുകൊണ്ടാണ്, കാരണം സിൽവർ ലൈൻ വരുന്നതും ഇതിന് സമാനമായ രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സിൽവർ ലൈനെ എതിർക്കുന്നത്. ഇതുപോലുള്ള പരിസ്ഥിതി ആഘാതമൊന്നും പഠിക്കാതെ ഇതുപോലെയുള്ള വൻ കെട്ടിപ്പൊക്കി വൻ മതിൽ പോലെ കെട്ടിപ്പൊക്കിയിട്ട് അതിലൂടെ ട്രെയിൻ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം നമ്മുടെ ഭൂമിക്ക് എത്രമാത്രം താങ്ങാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് യാതൊരു പഠനവും നടത്താതെയാണ് സിൽവർ ലൈൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് നമുക്കൊരു ഉദാഹരണമാണ്. ഇത് നമുക്കൊരു ഒരു വലിയ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നമുക്കൊരു മുന്നറിയിപ്പ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ ഇത്തരം വമ്പൻ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ പദ്ധതിയിലും നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എടുക്കുകയും നടത്തേണ്ട ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുകയും ചെയ്താൽ മാത്രമേ കേരളത്തിൽ അത് നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ആണ് ഞാൻ ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി അങ്ങ് പറഞ്ഞതുപോലെ നിതിൻ ഗഡ്കരി തന്നെ ഈ സ്ഥലം സന്ദർശിക്കുന്നത് പ്രത്യേകിച്ച് കരാറുകാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. അങ്ങയുടെ ഇടപെടലിന് നന്ദി. താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. MP ആണ് നമുക്കൊപ്പം ചേർന്നത്. നിതിൻ ഗഡ്കരിക്ക് കത്തെഴുതിയിട്ടുണ്ട്. നിതിൻ ഗഡ്കരി തന്നെ നേരിട്ട് വന്ന് ഇത് കാണണം എന്നാണ് MP ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെയുള്ള ഇടപെടലുകളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അത്തരം ഇടപെടലുകളിലൂടെ മാത്രമേ അധികാരികളുടെ ശ്രദ്ധ ഈ തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന റോഡുകളിലും വിള്ളലുകൾ വീഴുന്ന ദേശീയപാതകളിലുമൊക്കെ പതിയുകയുള്ളൂ.